च मयो भवेश नमः शङ्कराय च मयस्कराय च नमः शिवाय च शिवतराय च ഞാൻ ടി കെ രാമകൃഷ്ണൻ, തെക്കേമേപ്പള്ളി വീട്. ഞാൻ ദീർഘകാലം തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ സെക്രട്ടറി ആയിരുന്നു, സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി ആയിരുന്നു. 21 വർഷത്തോളം സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ. ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയിലെത്തിക്കാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുറേ ആൾക്കാർ കൂടി പ്രയത്നിച്ചിട്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു ജീർണോദ്ധാരണം എന്നുള്ള നിലയിൽ കൂടിയാണ് തുടങ്ങി വെച്ചത്. അതിന് കാരണം എന്താ വെച്ചാൽ അമ്പലത്തിൻ്റെ കുറച്ച് ശോചനീയാവസ്ഥയിൽ വന്നു അമ്പലം. അന്നൊരു 17 അംഗ ഒരു കമ്മിറ്റിയാണ് ജീർണോദ്ധാരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അതിൽ പലരും ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല, കൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. തൃത്താമരശ്ശേരി ശിവക്ഷേത്രം ഇന്നീ കാണുന്ന നിലയിലെത്തിച്ചതിൽ ഏറ്റവും വലിയ പ്രധാന പങ്ക് വഹിച്ച ആൾ അന്തരിച്ച പുറത്താളെ കുട്ടപ്പേട്ടനായിരുന്നു. അങ്ങനെയാണ് ആ അമ്പലത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സുദീർഘമായ സേവനം അനുഷ്ഠിച്ചത്. അന്ന് 17 അംഗ കമ്മിറ്റിയിൽ കുട്ടപ്പേട്ടൻ, കിഷൻകുട്ടി വാര്യർ, ഗംഗാധരൻ, നാരായണൻ മാഷ്, എ കെ രാഘവൻ, ടി കെ രാമകൃഷ്ണൻ, അതിലൊരു 10-17 പേരൊരു കമ്മിറ്റിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ അമ്പലത്തിൻ്റെ പണി കഴിഞ്ഞു, ചെറിയ രീതിയിലേക്ക് അങ്ങനെ പ്രവർത്തനം തുടങ്ങി. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അമ്പലത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ വന്നു. അതിന് ഏറ്റവും വലിയൊരു പ്രചോദനം തന്നത് ഞങ്ങളുടെ ഊരാളൻ പി.എൻ. ദാമോദരൻ നമ്പൂതിരിയായിരുന്നു. തിരുമേനിയുടെ സേവനമാണ് ഏറ്റവും നന്നായിരുന്നത്. അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഉത്സാഹിച്ചു, ഞങ്ങളോടൊപ്പം കൂടി എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾ തന്നു. ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചറിയാറുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചുറ്റമ്പലത്തിൻ്റെ പണിയാണ് തുടങ്ങി വെച്ചത്. ചുറ്റമ്പലത്തിൻ്റെ പണി അത് ഇപ്പോഴത് മുഴുവൻ പൂർത്തിയായെന്ന് ഞങ്ങൾ പറയില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേക്കാൻ വാർത്തു. കുറച്ച് തേക്കാൻ ഞങ്ങൾക്ക് അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും നടന്നില്ല. പിന്നെ എല്ലാറ്റിനും നമ്മൾ നാട്ടുകാരുടെ സഹകരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സാമ്പത്തികമായിട്ടുള്ള സഹകരണം നാട്ടുകാരെയായിരുന്നു. വലിയമ്പലം കഴിഞ്ഞ് ചെറിയമ്പലത്തിൻ്റെ വാർപ്പ് വന്നപ്പോൾ ഇത് ഞങ്ങൾ ആ കമ്മിറ്റി വീണ്ടും ഒന്ന് മാറ്റി ഇതാക്കി. അതിൽ വന്നപ്പോൾ നാരായണൻ മാഷ് പ്രസിഡൻറ്റ്, രാഘവൻ മാഷ് സെക്രട്ടറി, ടി കെ രാമകൃഷ്ണൻ ഖജാൻജി ആയിരുന്നു. അങ്ങനെ ഞങ്ങളെ പ്രവർത്തനം മുന്നോട്ട് പോയി. കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെയൊക്കെ അമ്പലം ഈ നിലയിൽ എത്തിച്ചു. ഇപ്പം ഞങ്ങളുടെ നാട്ടിലത്തെ അമ്പലത്തിലെ ഏറ്റവും ഒരു വിശ്വാസം കൂടുതൽ ചെറിയ ക്ഷേത്രങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് തൃത്താമരശ്ശേരി ശിവക്ഷേത്രം. അങ്ങനെ ആ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു നടപ്പര വേണമെന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായി. അങ്ങനെ നടപ്പര വേണ്ടതിന് എന്ത് ചെയ്യാമെന്നുള്ള ആലോചന വന്നു. ഞങ്ങളതിനും കൂടി ആലോചിച്ചു. പലരും അതിൽ നടപ്പരയുടെ തൂണിന് വേണ്ടി 25,000 രൂപ സംഭാവന തന്നുകൊണ്ട് തൂണുകൾക്കുള്ള സംഭാവനയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ എൻ്റെ പ്രവൃത്തി തുടങ്ങി വെച്ചു. ഒരു നാരായണൻ മാഷ്, കുട്ടപ്പേട്ടൻ അവരൊക്കെ തന്നെയാണ് കൂടുതൽ ഉത്സാഹിച്ചിരിക്കണേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചോദിച്ചു, ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാവുന്ന ഒരു പരിപാടി ചെയ്യാൻ പറ്റുമെന്നൊരു ആലോചന വന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പ്രസാദ് കൂട്ട എന്നുള്ള പേരിൽ മകരവിളക്ക് നമ്മുടെ ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലത്തെ മകരവിളക്കിനോടനുബന്ധിച്ച് ജനുവരി 14-ാം തീയതി ഒരു പ്രസാദൂട്ട് നടത്താമെന്നുള്ള തീരുമാനം എടുത്തു. ആദ്യത്തെ കൊല്ലം ആദ്യം 2-3 കൊല്ലമൊക്കെ അത് വളരെ ചെറിയ രീതിയിലേ ഞങ്ങൾക്ക് നടക്കാൻ പറ്റിയിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പ്രസാദൂട്ട് ഞങ്ങൾ തുടങ്ങി വെച്ചു. അപ്പോൾ അതിന് ഏറ്റവും മുൻപന്തിയിൽ പ്രസാദൂട്ടിലും മുൻപന്തിയിലും നിൽക്കുന്ന നാരായണ മാഷാണ്. ഒരു 3 വർഷം മുമ്പ് എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അതൊന്നും മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ എന്നിരുന്നാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ഞാൻ പോവും, പരിപാടികളിൽ പങ്കെടുക്കും, സഹകരിക്കാൻ പറ്റുന്നതിലെല്ലാം ഞാൻ ഇന്നുവരെ സഹകരിച്ചിട്ടുണ്ട്.